തിരുവനന്തപുരം വർക്കല താലൂക്ക് ആശുപത്രിയിലെ പുതുതായി നിർമ്മിച്ച പൊതു ശൗചാലയം മദ്യപാനികളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി മാറുന്നതായി പരാതി. ശൗചാലയം രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും തുറന്നു കൊടുക്കാത്തതിൽ പ്രതിഷേധവും ശക്തമാണ്. 2021 5 ലക്ഷം രൂപ ചെലവിൽ നഗരസഭ വർക്കല താലൂക്ക് ആശുപത്രി മോർച്ചറിക്ക് സമീപത്തായി പുതിയ ശൗചാലയം നിർമ്മിച്ചത്. ശൗചാലയത്തിന്റെ മുന്നിൽ കൂട്ടിയിട്ടിരിക്കുന്ന കോൺക്രീറ്റ് സ്ലാബുകളിൽ തട്ടി രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പരിക്കേൽക്കുന്നത് പതിവാണെന്ന് ഇവിടെ എത്തുന്നവർ പറയുന്നു. ശൗചാലയം തുറന്നു നൽകിയിട്ടില്ലാത്തതിനാൽ രാത്രികാലങ്ങളിൽ ശൗചാലയത്തിന്റെ സമീപത്ത് മദ്യപാനവും അനാശാസ്യ പ്രവർത്തനങ്ങളും നടക്കുന്നതായും പരിസരവാസികൾ പറയുന്നു. ആയിരക്കണക്കിന് രോഗികളാണ് വർക്കല താലൂക്ക് ആശുപത്രിയിൽ വരുന്നത്. അപ്പോൾ ഒരു കൂട്ടിരിപ്പുകാർക്ക് ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ പോകണമെങ്കിൽ ആ ടോയ്ലറ്റ് ഉപയോഗിക്കാം. എന്നാൽ ഇതുവരെ ആയിട്ടും നഗരസഭ ടോയ്ലറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല. നമ്മൾ ആ മോർച്ചറിയോട് ചേർന്ന് നടക്കുന്ന ടോയ്ലറ്റിന്റെ ഫ്രണ്ടിൽ ഒരുപാട് സ്ലാബുകൾ ഇട്ടിരിക്കുക. ജനങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ്. ഈ ടോയ്ലറ്റിന്റെ പുറകിൽ വശത്താണ് സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടുന്നത്. മദ്യപാനവും മറ്റു പ്രവൃത്തികളുമായാണ് താലൂക്ക് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അത് അടിയന്തരമായിട്ട് ജനങ്ങൾക്ക് പ്രയോജനമാവും വിധം ആ ടോയ്ലറ്റ് ബ്ലോക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. അടിയന്തരമായി ശൗചാലയം രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും തുറന്നു കൊടുക്കണമെന്ന് ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ഇല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്നാണ് ഇവർ പറയുന്നത്. താലൂക്ക് ഹോസ്പിറ്റലിനകത്ത് 2021 ശൗചാലയം പണിയാൻ വേണ്ടി ഓർഡർ കിട്ടുന്നത്. അതനുസരിച്ച് അവർ ശൗചാലയം പണിയുകയും ചെയ്ത് അത് ഇത്രയും ഇന്നിപ്പോൾ 2026 എന്നിട്ട് പോലെ അത് തുറന്നു കൊടുക്കുകയോ അത് മറ്റുള്ള രോഗികൾക്കോ കൂട്ടിരിപ്പുകാർക്കോ അത് ഉപയോഗപ്രദമായ രീതിയിൽ ഒരു സംവിധാനവും ചെയ്യുന്നില്ല. ഇത് തുറന്നു കൊടുത്ത് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഇത് കൊടുക്കണമെന്നാണ് പറയാനുള്ളത്. കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിശക്തമായിട്ടുള്ള നടപടികൾക്ക് നേരിടാൻ തന്നെ പോകുന്നൊരു സാഹചര്യമാണ് കാണുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.